ട്രംപ് പുടിൻ നേർക്കുനേർ കൂടിക്കാഴ്ചയിൽ സമാധാന കരാറായില്ല. 3 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി. ഉക്രൈൻ സഹോദര രാജ്യമാണ്, സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നും പുടിൻ അറിയിച്ചു. ചർച്ചയിൽ നല്ല പുരോഗതിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ ഉക്രൈൻ വിഷയത്തിൽ നിലവിൽ അന്തിമ കരാറായിട്ടില്ല. നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒന്നാണ് ഈ ഒരു കൂടിക്കാഴ്ച. ഈ ചർച്ചയിൽ സമാധാനപരമായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു പക്ഷമുണ്ടായിരുന്നു. പക്ഷേ 3 മണിക്കൂറോളം നീണ്ടുനിന്ന ഈ ഒരു ചർച്ചയിൽ റഷ്യ ഉക്രൈൻ യുദ്ധമടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായി എന്നുണ്ടെങ്കിലും അതിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുവാനായി ലോകരാജ്യങ്ങളെല്ലാം തന്നെ രംഗത്ത് വന്നിരുന്നു. അപ്പോൾ അതിൽ പല നിബന്ധനകളും ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റഷ്യയുടെ ഒരു ഭാഗം നോക്കുകയാണെങ്കിൽ അവരുടെ പ്രതികരണം ഉക്രൈൻ സഹോദര രാജ്യമാണ്, സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് പുടിൻ പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ പല ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചു, ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. റഷ്യ അടക്കം ഇതൊരു വലിയ യുദ്ധമായി, ഇത്രയും കാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ലോകരാജ്യങ്ങളെല്ലാം തന്നെ വലിയൊരു ആശങ്കയും തുടക്ക കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ആ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് എന്നൊരു പരിസമാപ്തി ഉണ്ടാകും, എന്നാണ് ഈ യുദ്ധം അവസാനിക്കുക എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ തന്നെ അതിന്റെ പല വശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് ഇരു രാജ്യങ്ങളും ഉന്നയിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഈ ഒരു യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരുന്നില്ല. ആക്രമണ പ്രത്യാക്രമണങ്ങളുമായി റഷ്യയും ഉക്രൈനും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സാധാരണക്കാരായ നിരവധി ആളുകളാണ് ഈ ഒരു യുദ്ധത്തിൽ ജീവൻ നഷ്ടമായി മരണപ്പെട്ടിട്ടുള്ളത്. കുഞ്ഞുങ്ങളടക്കം ഈ ഒരു യുദ്ധത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം. ലോകമൊന്നാകെ സമാധാനം വ്യാപിക്കണം, സമാധാനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് എന്നതൊക്കെ എല്ലാ രാജ്യങ്ങളും ആവർത്തിക്കുമ്പോഴും ഈ ഒരു യുദ്ധം ഇങ്ങനെ അനന്തമായി നീളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്തായാലും ഈ ഒരു ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ല എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതേസമയം പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതാണ് ട്രംപിന്റെ പ്രതികരണം. ഉക്രൈൻ വിഷയത്തിൽ നിലവിൽ അന്തിമ കരാർ ആയിട്ടില്ല. I believe we had a very productive meeting. There were many points that we agreed on. Most of them, I would say, a couple of big ones that we haven't quite gotten there, but we've made some headway. So there's no deal until there's a deal. I will call up NATO in a little while. I will call up the various people that I think are appropriate, and I'll of course call up President Zelensky and tell him about today's meeting. It's ultimately up. We look forward to that. We look forward to dealing. We're going to try and get this over with. We really made some great progress today. I've always had a fantastic relationship with President Putin, with Vladimir. We had many tough meetings, good meetings. We were interfered with by the Russia hoax that made it a little bit tougher to deal with, but he understood it. I think he's probably seen things like that during the course of his career. He's seen 3 മണിക്കൂറോളമാണ് ഈ ഒരു ചർച്ച നീണ്ടുനിന്നത്. ഈ ഒരു റഷ്യ ഉക്രൈൻ അടക്കമുള്ള കാര്യങ്ങളിൽ പലവിധ പ്രധാനപ്പെട്ട പോയിന്റുകളും ചർച്ചയായി എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതേസമയം ഈ ഒരു ചർച്ചയിൽ ഒരു അന്തിമ കരാറായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഉക്രൈൻ സഹോദര രാജ്യമാണ്, സംഘർഷം അവസാനിപ്പിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പുടിൻ പറയുമ്പോഴും ഈ വിഷയത്തിൽ പല ആശങ്കകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ ഒരു ചർച്ചയിൽ നല്ല പുരോഗതി എന്നാണ് പക്ഷേ ട്രംപിന്റെ ഒരു പ്രതികരണം. എന്നാൽ ഈ ഒരു വിഷയത്തിൽ അന്തിമ കരാർ ഇതുവരെ ആയിട്ടില്ല. ഇനിയും ചർച്ചകൾ പുരോഗമിക്കും, തുടരും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം.